ഈ ആന്റണി ആ, ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ ഈ വിഷയം താങ്കൾക്കൊരു പക്ഷേ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ അറിയാമോ എന്ന് എനിക്കറിയില്ല. അതിലൊരു സി ഐയുടെ അതിക്രൂര ആ, മർദ്ദനം, അതിനെ കാടത്തം എന്നാണോ എന്താണ് അതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഇതിനൊക്കെ മാനദണ്ഡങ്ങൾ ഉള്ളതാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത് എന്നൊക്കെയുള്ള സുപ്രീം കോടതിയുടെ കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അതൊന്നും പാലിക്കാതെ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയനാക്കുകയാണ്. അത് അദ്ദേഹത്തെ നാണം കെടുത്തി കളയുന്ന തരത്തിലേക്ക് ലോക്കപ്പിൽ നിർത്തുന്നു. 8 മണിക്കൂറോളമാണ് അദ്ദേഹത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അടിവസ്ത്രം ഇട്ടുകൊണ്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥയൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കൃത്യനിർവഹണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, അതിനെതിരെയാണ് ഈ പോലീസിന്റെ നടപടി. ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നതോ അതും ഇത് തന്നെ. കൃത്യനിർവഹണം ചെയ്യുന്ന മാധ്യമപ്രവർത്തകനെ ആക്രമിക്കുകയാണ്, എന്നിട്ട് കള്ളപ്പരാതി കൊടുക്കുന്നു, അതിന് പോലീസ് കൂട്ടുനിൽക്കുന്നു. ഇത് ഇവിടെയും പോലീസ് പ്രതിക്കൂട്ടിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രവൃത്തികളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് കാണേണ്ടത്? റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യം ശരിയാണ് എങ്കിൽ ആ ഇൻസ്പെക്ടർ ചെയ്തിരിക്കുന്നത് ശരിക്കും തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം മാധ്യമപ്രവർത്തകൻ ആകണമെന്നില്ല. ഒരു വ്യക്തിയെ, ഒരു പൗരനെ രാത്രിയിൽ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ക്രൂരമായിട്ട് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഒരു നിബന്ധനയില്ല. ഉണ്ട് നിബന്ധന, പക്ഷെ അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മൊത്തം ഇതിന്റെ വാർത്തകൾ വരുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തോടു കൂടി ആണ് പ്രവർത്തിച്ചത് എന്ന് തോന്നാം ഈ ഇൻസ്പെക്ടറുടെ പ്രവർത്തനം. കാരണം അതിന്റെ ആവശ്യമില്ല. ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാട്ടുപന്നി ഉപദ്രവം അല്ലെങ്കിൽ അപകടം, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു കാര്യമാണ്. ഇതിപ്പം ഇന്നോ നാളെയോ തീരാനുള്ളതേ ഉള്ളൂ. കാരണം ഇയാൾ നാട് വിട്ടു പോകാൻ സാധ്യതയുള്ള ആളുമല്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടാവാം. അത് നാട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പോവുകയും ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതിൽ നിന്നപ്പുറമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പെരുമാറാൻ പാടില്ല. ശരിക്കും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതേ എങ്കിൽ, എനിക്ക് ഈ ഉദ്യോഗസ്ഥനെ നേരിട്ട് വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാ. ശരിയായ രീതിയിൽ അതിന് സമയമെടുത്ത് ഇയാളുടെ അമ്മ, പ്രായമുള്ള അമ്മ ഉൾപ്പെടെ ഉള്ള സമയത്താണ് അയാളെ കൂട്ടി വന്നത് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം ഗൗരവമായിട്ട് ഗുരുതരമായിട്ട് എടുക്കേണ്ടതായ ഒരു കേസാണോ ഇത്? ഒരു ഫോറസ്റ്റ് ആക്ട് പ്രകാരം അല്ല, ഇത് ഗുരുതരമായ കേസാണെങ്കിൽ പോലും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ശ്രീ ആന്റണി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു എൻക്വയറി നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വിഷയം മാത്രമല്ല, അതിൽ മറ്റ് ഇടപെടലുകളും അതിൽ നടപടികളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇൻസ്പെക്ടർ ഇത്രമാത്രം വേഗത്തിൽ അല്ലെങ്കിൽ ഇത്രമാത്രം ശീഘ്രഗതിയിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണേലും ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതിനകത്ത് IG ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതിൽ എൻക്വയറി നടക്കുന്നുണ്ട്, അതിൽ റിപ്പോർട്ട് പോകും, അതിലും നടപടി വരും എന്ന് തന്നെയാണ് അയാളുടെ ഭാഗത്തു നിന്ന് അപാകത ഉണ്ടെങ്കിൽ നടപടി തന്നെ വരുമെന്നുള്ളതിന് ആണ് പ്രതീക്ഷിക്കുന്നത്. തന്നെയല്ല, മാധ്യമപ്രവർത്തകനെ ഇന്ന് ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അയാളുടെ ബെയില് നാളെ വാദത്തിന് വെച്ചിരിക്കുകയാണ്. അപ്പോ അതിൽ നാളെ അയാൾക്ക് ജാമ്യം കിട്ടുമോ കിട്ടാതിരിക്കുമോ? അയാൾ പുറത്തിറങ്ങുമ്പോൾ സംസാരിക്കുന്നത് കേട്ടിട്ട് അയാൾക്ക് ക്രൂരമല്ലെങ്കിലും അയാളോട് മോശമായ നടപടികൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ഇതിൽ ശ്രീ ആന്റണി ഇപ്പോൾ ഒരു കൊടും കുറ്റവാളിയാണോ എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരത്തിലേക്കുള്ള നടപടികൾ നടക്കാൻ പാടില്ലാത്തതല്ലേ? ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ലോക്കപ്പിൽ കൊണ്ടുചെന്നിട്ട് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നതൊക്കെ. അല്ല, അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതായത് അറസ്റ്റിന് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടതുമാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഏതോ ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ വിരോധം അല്ലെങ്കിൽ പ്രത്യേക താല്പര്യത്തോടുകൂടി ചെയ്തു എന്നുള്ള തോന്നലിൽ പുറമേ നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അതിൽ ഉൾപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ പോലീസ് കേസോ ഒക്കെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയും അന്വേഷിപ്പിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ആവശ്യമായിരിക്കും. അവരുടെ തൊഴിലിനെയോ അല്ലെങ്കിൽ അവർ ചെയ്ത ഏതെങ്കിലും കാര്യത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി പോലീസിൽ ഒരു കേസ് കൊടുത്ത് പോലീസ് അന്വേഷിക്കുന്നുവെന്ന് വരുത്തി തീർക്കേണ്ടതും പിന്നീട് അവരുടെ സർവീസിനെ ബാധിക്കുമ്പോൾ അത് കോടതിയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണർത്തിക്കാൻ വേണ്ടിയുമായിരിക്കാം. നമുക്കറിഞ്ഞുകൂടാ അതിന്റെ സാഹചര്യം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മാധ്യമങ്ങളിലൂടെ വരുന്ന വിവരങ്ങൾ മാത്രമേ നമുക്കത് അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ.
അല്ല, ഇതിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ മാധ്യമപ്രവർത്തകൻ ഭീഷണി നേരിട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി. കാരണം ഒട്ടേറെ വാർത്തകൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരുന്നു. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനെതിരെയൊക്കെയുള്ള വാർത്തകളൊക്കെ അതിലുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം, അത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് ഇവർ സ്വീകരിക്കുന്ന നടപടി, അവരുടെ ഉദാസീനത, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരെ ചൊടിപ്പിച്ചിരുന്നു. ആ ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു ശ്രീ കെ ആന്റണി. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം ആ രീതിയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അപാകത ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്നത് അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. അപ്പൊ അവർക്ക് വിരോധം സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് ഉണ്ടാവാം. അത് വ്യക്തിപരമായിട്ട് തന്നെ മാറുകയും ഈ രീതിയിൽ അത് അധികാരത്തിന്റെ രീതിയിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന. അപ്പോൾ അത് മറ്റൊരു വകുപ്പ് കൂടി അതിന് കൂട്ടു നിൽക്കുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമായി മാറുന്നു ശ്രീ ആന്റണി? അല്ല, അത് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. അത് വ്യക്തമായ ഒരു അന്വേഷണം ഏതായാലും ഉണ്ടാവട്ടെ, അത് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ, അതിന് തീരുമാനമെടുക്കുക. കാരണം ഈ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിലോ തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല. അയാളോട് മോശമായിട്ട് മാധ്യമപ്രവർത്തകനോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചാനലുകൾ. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പൊ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ ഉണ്ട്, അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ നടത്തുന്ന എൻക്വയറിയിൽ അത് പ്രകടമാകും. മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ആ പോലീസ് സ്റ്റേഷനിലുള്ള മറ്റുദ്യോഗസ്ഥരോടും ഇയാളുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ആയിട്ട് അവരുടെ മൊഴിയെടുത്തും അന്വേഷിച്ചും വരുമ്പോൾ കൃത്യമായ വിവരങ്ങൾ വെളിവാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ, കോടതി വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ കെ എം ആന്റണി. താങ്കൾക്ക് തിരക്കുണ്ട് എന്ന് എനിക്കറിയാം. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്